സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പൊ മിസ്സിന്റെ 1ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മക്കളെ? ഇന്നിതാ മിസ് നിങ്ങൾക്ക് വേണ്ടി കുറേ കടങ്കഥകളായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും കടങ്കഥകൾ ഭയങ്കര ഇഷ്ടമല്ലേ? അങ്ങനെയെങ്കിൽ മിസ് തരുന്ന കടങ്കഥകളുടെ ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് നോക്കില്ലേ? എങ്കിൽ ഇതാ 1ാമത്തെ കടങ്കഥ നോക്കിക്കോളൂ. ചുവന്ന സഞ്ചിയിൽ ചില്ലറ പൈസ. എന്താണത്? ചുവന്ന സഞ്ചിയിൽ ചില്ലറ പൈസ എന്തായിരിക്കും? ദാ അവിടെ നോക്കിക്കേ, നമ്മുടെ ചുവന്ന മുളകാണല്ലേ. അതെന്താണ്? ചുമപ്പ് കളറാണ്. അതാണ് നമ്മുടെ ചുമപ്പ് സഞ്ചി എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ എന്താണ്? ചില്ലറ പൈസ പോലെ നമ്മുടെ മുളകിന്റെ വിത്തുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ചുവന്ന സഞ്ചിയിൽ ചില്ലറ പൈസ എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ മുളകാണ്. കിട്ടിയോ എല്ലാവർക്കും? അടുത്ത നോക്കിക്കേ, പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം. എന്താണത്? പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം എന്തായിരിക്കും? നമ്മുടെ ചീരയാണ്. ചീര ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആകെ കുറച്ചേ ഉള്ളൂ, ഇത്തിരി ഉള്ളൂ, ഒരു പിടിയുള്ളൂ എന്നൊക്കെ തോന്നില്ലേ? പക്ഷെ ഇത് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരു മുറം നിറയെ ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം. എന്താണ്? നമ്മുടെ ചീരയാണ്. മനസ്സിലായോ? അടുത്ത നോക്കിക്കോളൂ. അങ്ങുരുണ്ടു ഇങ്ങുരുണ്ടു അങ്ങാടി മുറ്റത്തൊന്നുരുണ്ടു. എന്താണത്? ആരോ ഉരുണ്ട് കളിക്കുന്ന ആരോ ആണല്ലേ. അങ്ങുരുണ്ടു ഇങ്ങുരുണ്ടു അങ്ങാടി മുറ്റത്തൊന്നുരുണ്ടു എന്നാണ് പറയണത്. അതെന്താണ്? ഉരുളുന്ന ആൾ ആരാണ്? നമ്മുടെ കുരുമുളകാണ്. കുരുമുളക് ഇങ്ങനെ മണി ആയിട്ടല്ലേ അതിങ്ങനെ വെച്ചങ്ങനെ ഉരുണ്ട് പോകൂല്ലേ? അപ്പൊ എന്താണ് ഉത്തരം? നമ്മുടെ കുരുമുളകാണ്. എല്ലാവരും കുരുമുളകൊക്കെ കണ്ടിട്ടില്ലേ മക്കളെ? ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. 1000 കിളിക്ക് ഒരു കൊക്ക്. അത് പേതാ കിളിയില്ലേ? 1000 കിളിക്ക് ഒരു കൊക്കാണെന്ന് പറയുന്നു. എന്താണ് അതിന്റെ ഉത്തരം എന്നറിയോ? എന്താണ് അതിന്റെ ഉത്തരം? ദാ നോക്കിക്കോളൂ, നമ്മുടെ വാഴക്കൂമ്പാണ്. ദാ ഇവിടെ ഇങ്ങനെ കുറേ പഴം, കുറേ കായ കാണാല്ലേ. ആ കായക്ക് എല്ലാത്തിനും കൂടെ ദാ ഇവിടെ ഒരൊറ്റ കൊക്ക് പോലെ കണ്ടില്ലേ? ഒരൊറ്റ കൊക്ക് പോലെ കാണുന്നതാണ് നമ്മുടെ വാഴക്കൂമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ 1000 കിളികൾക്ക് ഒരു കൊക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? വാഴക്കൂമ്പാണ്. കുറേ കായ ഉണ്ടാവും. ആ കായക്ക് എല്ലാത്തിനും കൂടെ ഒരു കൂമ്പ് ഇങ്ങനെ കാണാല്ലേ. വാഴമാണി, വാഴക്കൂമ്പ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഉത്തരം. കിട്ടിയ എല്ലാവർക്കും? അടുത്ത നോക്കിക്കേ, സൂചി പോലെ ഇല വന്നു പായ പോലെ ഇല വിരിഞ്ഞു. അതിപ്പോ ഏതാണില? സൂചി പോലെ വന്നു പായ പോലെ വിരിഞ്ഞു. അത് ഏതിലെന്ന് മനസ്സിലായോ? ഏതാണ്? യെസ്, നമ്മുടെ വാഴയിലയാണ്. വാഴയില വരുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എല്ലാവരുടെയും വീട്ടിൽ വാഴയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണാം വാഴയുടെ ഇല ഇങ്ങനെ സൂചി പോലെ വരും. എന്നിട്ട് അത് വിരിഞ്ഞു കഴിഞ്ഞാലോ ഒരു പായയുടെ ഇല പോലെ വിരിഞ്ഞ് വലിയ ഇലയായിട്ട് മാറുമല്ലേ? അപ്പൊ എന്താണ് അതിന്റെ ഉത്തരം? നമ്മുടെ വാഴയിലയാണ്. അപ്പൊ എല്ലാവർക്കും കടങ്കഥകളൊക്കെ ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.